ഹലോ റൈറ്റേട്ടാണോ? ചേട്ടാ നമസ്കാരം, എന്റെ പേര് ജെറിനാണ്. ഞാൻ വിളിച്ചു വരുന്നല്ല, ഞാൻ വിളിക്കുന്നത് നമ്മുടെ കൊച്ചിനായിട്ടോ, കൊച്ചിന്ന് വിളിക്കുന്നത്. ഞാൻ വിളിച്ചു വരുന്നില്ല ചേട്ടാ, നമ്മുടെ ഫിലിപ്പ് സാറിന്റെ വൈഫിനെ ഒരു 3-4 കൊല്ലമായിട്ട് നിങ്ങളുടെ കൂടെ താമസിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ടില്ല, പക്ഷെ അവർ ഡിവോഴ്സ് ആയ സ്ത്രീ അല്ലേ 2020? ഓഹോ, ഡിവോഴ്സിന് മുമ്പ് നിർത്തിയാണോ ഡിവോഴ്സ് കഴിഞ്ഞ് നിർത്തിയാണോ അവരെ? 2020-21 ഈ കാലഘട്ടത്തിലാണ് ഫിലിപ്പ് മമ്പാടിന്റെ ഇപ്പൊ പൊട്ടിയിട്ട് വരുന്ന ഭാര്യ ഉണ്ടല്ലോ, അവര് ബന്ധം വേറിട്ട് പോണത്. എക്സ് വൈഫാണേ. എന്നാൽ ഞങ്ങൾ ഒരുമിച്ചാണ് 21 വർഷമായി താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നുണപ്രചരണവുമായിട്ട് അവർ രംഗത്ത് വന്ന് നമ്മൾ കണ്ടു. ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അവർ എത്ര വലിയ നുണയാണ് പറഞ്ഞത് എന്ന് പുറത്തു വരുന്ന അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നുള്ളതാണ്. ഫിലിപ്പ് മമ്പാടിന്റെ കൂടെ താമസിക്കുന്ന സമയത്ത് തന്നെ 2 പേരാണ് പേരുണ്ടായിരുന്നത്. ആദ്യ പേരിൽ നിന്ന് മറ്റൊരു പേരിലേക്ക് മാറുന്നുണ്ട്. ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരം തന്നെ മറ്റൊരു ഘട്ടത്തിലേക്ക് അവർ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പേര് മാറ്റി. ഫിലിപ്പ് മമ്പാടുമായിട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബന്ധം വേറിട്ട് പോയി. ഇപ്പൊ ഡൈവേഴ്സ് ആയ വ്യക്തി എന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് വരുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഫിലിപ്പ് മമ്പാടിന് ഒരു മണിക്കൂറൊക്കെ 1-2 ലക്ഷം രൂപയൊക്കെയാണ് ഒരു പരിപാടിക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ല സാമ്പത്തികം ഉണ്ടാകാം, അതുകൊണ്ടാകാം. പിന്നെ മകള് എന്ന് പറയുന്നു അച്ഛൻ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തിനാണ് ഫിലിപ്പ് മമ്പാടിന്റെ ഭാര്യ ഇങ്ങനെ ഒരു നുണയും പറഞ്ഞു വന്നത്? അതൊരു വലിയ ചോദ്യമാണ്. ഇവര് എത്രയോ കാലങ്ങളായിട്ട് ഒരു മനുഷ്യനുമായിട്ട് ലിവിങ് ടുഗദർ ആണ് എന്നുള്ളത് വ്യക്തമായിട്ട് പുറത്തേക്ക് വന്നു. ഞാൻ ആ ശബ്ദ സന്ദേശങ്ങളൊക്കെ ഒന്ന് കേൾപ്പിച്ചു തരാം. അതായത് ഇവരുടെ 2ാമത്തെ ഭർത്താവ്, നിയമപരമായിട്ട് ഭർത്താവ് അല്ലെങ്കിൽ പോലും കേൾക്കാം. കാര്യം എന്തായിരുന്നു? ഡിവോഴ്സ് ആണ് അവരുടെ ഫാമിലി പ്രോബ്ലം തന്നെയാണ്. ഇപ്പൊ കുടുംബം നോക്കുന്നില്ല, പിള്ളേരെ നോക്കുന്നില്ല, അങ്ങനെ ആണ്. പക്ഷെ ഇപ്പൊ ഈ ചേച്ചി ഓടി പുള്ളിയുടെ ഇതിനൊക്കെ പോയി ചില വീഡിയോ ഒക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ അറിവോട് വേണം, നിങ്ങളുടെ വീട്ടിലെ സംരക്ഷണം നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ പോണത് ശരിയാണോ? അതെന്താ വെച്ചാല് അത് പോയത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അപ്പൻ പിള്ളേരുടെ അപ്പനാണല്ലോ. പിള്ളേരുടെ അപ്പനായതുകൊണ്ട് അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ്, പിള്ളേരുടെ അപ്പൻ എന്ന നിലയ്ക്ക്. പക്ഷെ ഒരു വീഡിയോയിലൊക്കെ പറയുന്നത് അവര് ഒരുമിച്ച് പുള്ളിയുടെ കൂടെ തന്നെയാണ് താമസം വർഷങ്ങളായിട്ടെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ അത് അവരെ കൊണ്ട് അവരെ പറയിപ്പിക്കുന്നതാണ്. വീഡിയോ കേൾക്കുമ്പോൾ കാണുമ്പോൾ നമുക്കറിയാം അവരെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ച് നോക്കാന്നുള്ള വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടിട്ട് എനിക്ക് മനസ്സിലായതാണ്. ആണോ? ഈ ചേച്ചിക്ക് എന്താ ബിസിനസ് ആണെന്ന് പറയുന്നുണ്ടല്ലോ ചേട്ടാ? ബിസിനസ് എന്ന് പറയുന്നുണ്ട്. എന്ത് ബിസിനസ്സാ നിങ്ങളുടെ അവിടെ വന്ന് ചെയ്യുന്നത്, താമസിക്കുന്ന സ്ഥലത്ത്? ഇല്ല, ബിസിനസ് ഒന്നുമല്ല. ഞങ്ങളിവിടെ പശു വളർത്തുന്നുണ്ട്. ഞങ്ങൾ 3-4 പശുവിനെയൊക്കെ വളർത്തി ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. പിന്നെ പശുവിനെ വളർത്തിയ സന്തോഷമല്ലേ ചേട്ടാ? അത് നല്ല കാര്യമല്ല. നമ്മള് ഗോമാതാവല്ലേ അത്? അതെ, തീർച്ചയായിട്ടും സംതൃപ്തരാണ്, കുഴപ്പമില്ല. പക്ഷെ ഇതിപ്പോ പെട്ടെന്ന് ഓടിപ്പോയപ്പോ അത് ഭയങ്കര നാണക്കേടായല്ലോ ചേട്ടന് ഇങ്ങനെ കാണിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ എന്താ പറയാ. ഓക്കെ, അവരാണ് സംസാരിക്കുന്ന സമയത്ത് തന്നെ തൊട്ടടുത്ത് വക്കീലിരിക്കുന്നുണ്ട്. വക്കീൽ പറഞ്ഞത് തന്നെയാണ്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തത് തന്നെയാണ് അവരവിടെ ഫോളോ ചെയ്തിട്ടുള്ളതെന്ന് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു നുണ പറഞ്ഞു വരുന്നത്? അയാളൊരു നന്മ ചെയ്ത മനുഷ്യനല്ല, 16 വയസ്സുള്ളൊരു കുട്ടിയാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധം കുറച്ചെങ്കിലും വേണം. ഇവരുടെ മകളടക്കം ഭയങ്കരമായിട്ട് അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നു. അത് പിന്നെ അങ്ങനല്ലേ വരുള്ളൂ. കെട്ടിയവൻ അടിപൊളിയാണല്ലോ അല്ലെ? എത്രയോ കേസിൽപ്പെട്ട വ്യക്തിയൊക്കെ അല്ലേ. നമുക്കത് കുത്തിപ്പോക്കാം. ആദ്യം ഇതൊന്ന് കഴിയട്ടെ. ഈ മകളും ഈ പറയുന്ന മകളും ഭയങ്കര സപ്പോർട്ടായിട്ട്. ഈ മകൾ ആദ്യം അച്ഛനെ കാണത്തില്ലാത്ത ഒരാളാന്നൊക്കെ ഞാൻ കേട്ടത്. ശരിയാണോ? അങ്ങനെ ഉള്ളതാണോ ഈ മകള്? ഇവര് പിന്നെ അമ്മയും മക്കളും ഫിലിപ്പുമായിട്ട് യാതൊരു അറ്റാച്ച്മെന്റ് ഉള്ളതല്ല. പിന്നെ മകൻ മാത്രമേ ഉള്ളൂ. കാരണം ഫിലിപ്പിന്റെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. അമ്മയ്ക്ക് നോക്കാൻ പറ്റാനായിട്ട് മകൻ പോകും. മകള് പോകാറില്ല, അവരെ കാണാനും പോകാറില്ലായിരുന്നു. അവര് വേറെ താമസിക്കുന്നത്. ഈ ചേച്ചി പേര് മാറ്റിയതായിരുന്നല്ലോ, ഡോളി എന്നല്ലായിരുന്നു ആദ്യത്തെ പേര്. ഇവര് പിന്നെ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞ് പേര് മാറ്റിയിട്ടല്ലേ ഇപ്പം എസ് ആർ ജോസഫ് എന്ന് പറഞ്ഞൊരു പേരിലോട്ട് മാറിയിരിക്കുന്നത്? തീർച്ചയായിട്ടും അവരുടെ പേരൊക്കെ മാറ്റിയത്. ഇപ്പൊ ആധാർ കിടക്കുന്ന ചേട്ടന്റെ വീടിന്റെ അഡ്രസ് ആണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെയാണ് ചേട്ടൻ നമ്പർ തപ്പി എടുത്തത്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലോട്ടല്ല അഡ്രസ് കിടക്കുന്നത്, ഈ അഡ്രസ് ആധാർ കൂടെ താമസിക്കുന്നതുകൊണ്ട് കെയർ ഓഫ് വന്നിരിക്കുന്നതാണ്. എന്റെ കൂടെ വന്നതിന് ശേഷമാണ് അഡ്രസ് മാറ്റിയത്. അതിപ്പോ കെയർ ഓഫ് ആണ്. ഇപ്പൊ എന്റെ വൈഫിന്റെതും കെയർ ഓഫ് ഇപ്പൊ വൈഫ് ഓഫ് എന്നൊന്നും ഇല്ല ആധാറിനകത്ത്. ഇപ്പൊ പുതിയത് കെയർ ഓഫ് എന്നാ വരുന്നത്. വൈഫ് ഓഫ് ഡോട്ടർ ഓഫ് അങ്ങനെയൊന്നുമില്ല, കെയർ ഓഫ് എന്നാ വരുന്നത്. അപ്പൊ കല്യാണം കഴിച്ചിട്ടുള്ള 3-4 കൊല്ലമായിട്ട് ചേട്ടന്റെ കൂടെ ഉള്ള ആളാണ് ഇപ്പൊ പുള്ളിക്കാരന്റെ ഭാര്യ എന്ന് പറഞ്ഞ് പോകുന്നത് അല്ലേ? അതെ, അത് അവരെ കൊണ്ട് ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അവർ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ ഓക്കെ, സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ സാമ്പത്തിക നേട്ടത്തിനാണോന്നൊന്നും അറിയില്ല. എന്തായാലും 16 വയസ്സുള്ള ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് 10 ലക്ഷം രൂപ തരാം, ഇതൊന്നൊന്ന് ഒഴിവാക്കി തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ചെന്നു എന്നുള്ള ഒരു കാര്യം പുറത്തേക്ക് വന്നിട്ടുണ്ട്. വിത്ത് എവിഡൻസ് പുറത്തുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ മകള് ഭയങ്കര അറ്റാച്ച്മെന്റ്, ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നല്ലോ. മകൾ ഈ മനുഷ്യനെ കാണാൻ ഇതുവരെ പോയിട്ടില്ല എന്ന് പറയുന്നത്. ജയിലിൽ കിടക്കുന്ന സമയത്താണ് ആ വീട്ടിൽ കയറുന്നത്. എനിക്ക് തോന്നുന്നത് എന്തായാലും കൊള്ളാം, ഓരോന്നിനെ പൊളിഞ്ഞടങ്ങുന്നുണ്ട്. നല്ല മനസ്സാണല്ലോ ചേട്ടന്റെ. ഇങ്ങനെയൊക്കെ പോയിട്ടും ചേട്ടൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെങ്കിൽ നല്ല മനുഷ്യനാണ്. ആ ചേച്ചി നല്ല മനുഷ്യനാണ്. കാരണം പറഞ്ഞല്ലോ, ഭർത്താവ് എന്നുള്ളതിനപ്പുറം പിള്ളേരുടെ അച്ഛൻ എന്നുള്ളൊരു സ്നേഹം കൊണ്ടായിരിക്കും ആ ചേച്ചിയും പോയത് അല്ലേ?
തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു കമ്മിറ്റ്മെന്റ് അവരില്ല. കാരണം എനിക്കറിയാവുന്നതാണ് അവർ തമ്മിലുള്ള ബന്ധങ്ങളും അകലച്ചകളും എനിക്കറിയാവുന്നതാണ്. ഞാനൊക്കെ നമ്മളെയൊന്നും പോലീസ് പിടിച്ചപ്പോ ആദ്യമായി വന്നില്ല കേട്ടോ, അതിന്റെ ഒരു വിഷമമുണ്ട്. അത് ഓരോരുത്തരും നല്ലൊരു സ്ത്രീയാണ്. അതാണ് പറഞ്ഞത്, നമ്മുടെയൊക്കെ അവസ്ഥ. നമ്മളൊക്കെ ജയിലിൽ പോയി കിടക്കാൻ പോയപ്പോ ആരും വന്നില്ല വെറുതെ നമ്മുടെ. പക്ഷെ വേറെ ഉള്ളത് പറയുള്ളൂ, ഇപ്പൊ ഉള്ള ഭാര്യയും പെങ്ങളും ഒക്കെ വന്നായിരുന്നു. ആദ്യ ഭാര്യ വിളിച്ചു പോലും ചോദിച്ചില്ല. പക്ഷെ ഈ ചേച്ചി അങ്ങനെയുള്ളവർക്ക് ഒരു മാതൃകയാണ് ഈ ചേച്ചി, കേട്ടാ. അപ്പൊ ഇപ്പൊ ചേച്ചി പോയപ്പോ പശുവിനെ ആടിനെയും കോഴിനൊക്കെ ആരും നോക്കും? ചേട്ടനാണോ നോക്കുന്നത്? അവിടെ ഉള്ളവർ പറഞ്ഞപ്പോ ചേട്ടൻ ഭയങ്കര പശു പരിപാടിയാന്നൊക്കെ പറഞ്ഞിട്ട്, ശരിയാണോ? ഇനിയിപ്പോ പുള്ളിയുടെ റിമാൻഡ് കഴിഞ്ഞൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ചേട്ടൻ പശു തൊഴുത്തിലോട്ട് കിടപ്പാറ്റേണ്ടി വരും. അയ്യോ, അങ്ങനെയാണോ? അങ്ങനെയൊന്നും വിചാരിക്കില്ല. നമ്മള് വേറെന്നല്ല, വേറെ തന്നെ ഒരു 10-16 വയസ്സുള്ള ഒരു കൊച്ചിന്റെ ഒരു ഇൻസിഡന്റ് ആകുമ്പോൾ ഇങ്ങനെ കള്ളം പറയുമ്പോ ആ കൊച്ചിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? ഒന്നില്ലെങ്കിലും എന്റെ മകളാകാൻ പ്രായമുള്ള ഒരു കൊച്ചാ. കറക്റ്റ്, അതേ ഉള്ളൂ. അത് പോട്ടെ, സാറില്ല. ഞാനിതൊന്ന് വേറെ നമ്മുടെ മലയാളികളല്ലേ ചില രണ്ട് കാരണം എന്താ വെച്ചാൽ, ഒന്ന് ആ സ്ത്രീ എന്റെ കൂടെ നിൽക്കുന്നതാണ് ഞങ്ങളിവിടെ വളരെ സന്തോഷമായിട്ട് ഇവിടെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. വൈഫ് എന്ന രീതിയിലാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം കഴിഞ്ഞാൽ ഫ്രീ ആയി കഴിഞ്ഞാൽ വണ്ടി എടുത്ത് നല്ല റെസ്റ്റോറന്റുകളിൽ പോയി ഭക്ഷണം കഴിക്കും. ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ ഞങ്ങൾ ഈ നാട്ടിലുള്ള ഏകദേശം വയനാട്, കോഴിക്കോട് ജില്ലയുള്ള എല്ലാവരും ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളെ അറിയാം. ഒരു നല്ല നല്ല റെസ്റ്റോറന്റിലുള്ള ഞങ്ങൾ നല്ലോണം ഫുഡ് കഴിക്കുക. കുഴപ്പമില്ലെന്ന് ചേച്ചി തിരിച്ചു വരും. വിളിപ്പ് സാറ് ഇറങ്ങി കഴിയുമ്പോൾ ഇറങ്ങിയാലല്ലേ ചേച്ചി കുഴപ്പം. കുറച്ചു കഴിയുമ്പോൾ തിരിച്ചു പോകുന്നുള്ളൂ. കാര്യമൊക്കെ ചേച്ചിക്ക് മനസ്സിലായിക്കോളും. വരുവായില്ലെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ പോയതാണ്. അത് അവരൊരു അമ്മ കൂടെ അല്ലേ, വിട്ടുകളേട്ടാ. കുഴപ്പമില്ല, പോട്ടെ എന്തായാലും. ശരി ചേട്ടാ, ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചെന്നുള്ളതുള്ളൂ കേട്ടോ. ഓക്കെ ചേട്ടാ, സന്തോഷം ചേട്ടാ. ബൈ ചേട്ടാ, ബൈ ബൈ. ഇങ്ങനെ ഒരു സാധുവിനെയും പറ്റിച്ചിട്ടാണ് പോയിട്ടുള്ളത്. എന്തായാലും കൊള്ളാം കേട്ടോ. ഇങ്ങനെയാണോ കുടുംബസമേതം മൊത്തം ഇങ്ങനെയാണോ? എല്ലാരും ഇങ്ങനെയാണോ? ഈ ഉടായിപ്പേറ്റാണോ നടക്കുന്നത്? എന്തായാലും 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ 10 ലക്ഷം രൂപ സെറ്റിൽമെന്റിന് പോയെന്ന കഥ പുറത്തേക്ക് വരുന്നു. അതേപോലെ തന്നെ ഡൈവേഴ്സ് ആയ ഭാര്യയല്ല, ഡൈവേഴ്സ് ആയ ഒരു സ്ത്രീ, എന്റെ ഭർത്താവാണ് അയാള്, ഞങ്ങൾ ഒരുമിച്ചാണ് 21 വർഷമായി താമസിക്കുന്നത് നുണ പറഞ്ഞു വരുന്നു. ഇതിന്റെ പിന്നിലൊക്കെ എന്തോ ഒന്ന് ചീഞ്ഞ് നാറുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ വീണ്ടും ഒരു പുതിയ അപ്ഡേഷൻ ആയിട്ട് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.